ഇവിടെ ആരും ഇല്ല തുറക്കാൻ വേണ്ടിട്ട്. പുതിയ വീട്ടിന് മുന്നിൽ അമ്മി വലത്തേക്കാളൊക്കെ വെച്ച് കയറുന്നു. വിയാലവിന്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ ഷോപ്പിലാണ്. അപ്പൊ ഷോപ്പിൽ ഞാൻ മാത്രമേ ഉള്ളൂ. സ്റ്റാഫ് രണ്ടുപേരും പോയി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വിശേഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പുതിയ വീട്ടിലോട്ട് മാറുകയാണല്ലോ. മാറുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ അങ്ങോട്ട് ഇറക്കിയുള്ള കാര്യം നിങ്ങൾ ഇന്നലെ അറിഞ്ഞിട്ടുണ്ടാകും. അപ്പം ആ സാധനങ്ങളൊക്കെ അടുക്കി വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അലമാരിലോട് തുണി കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി നേരത്തെ തന്നെ എല്ലാം മാറ്റി കുറച്ച് ദിവസത്തേക്കുള്ള തുണികൾ മാത്രമേ നമ്മളിപ്പം നിൽക്കുന്ന വീട്ടിൽ വെച്ചിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരെല്ലാവരും കൂടി ഇങ്ങോട്ട് വരുന്നുണ്ട്. ആരാണ് അവരെല്ലാവരും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ചാച്ചനും അമ്മയും ചിറ്റാമ്മയും ആമയും ലച്ചുകൂട്ടനും ഇങ്ങോട്ട് വരുന്നുണ്ട്. ഞാനും അച്ചാച്ചനും അച്ഛനെ മാത്രമേ കണ്ടിട്ടുള്ളൂ, വീട് കണ്ടിട്ടുള്ളൂ. വേറെ ആരും വീട് കണ്ടിട്ടില്ല. ആമി പോലും കണ്ടിട്ടില്ല. ആമീനെ പോലും കൊണ്ടുപോയിട്ടില്ല. അപ്പോൾ ഇന്നാണ് അവർ നമ്മൾ ഇപ്പം ഇനി താമസം മാറാൻ പോകുന്ന വീട് കാണാൻ പോകുന്നത്. ആമിക്ക് ഒട്ടും താല്പര്യമില്ല കേട്ടോ. ആമിക്ക് ഭയങ്കര വിഷമമാണ്. ഇത് ഇപ്പം നിൽക്കുന്ന വീടാണ് ആമിയുടെ വീട് എന്ന് പറഞ്ഞത്. കാരണം അവൾക്ക് ഒത്തിരി ഭയങ്കര അറിവാവുന്നതിന് മുന്നേ വന്നതല്ലേ വീട്ടിലോട്ട്. ഇപ്പോൾ നല്ല അറിവായി അവൾക്ക്. അപ്പം അവിടെ വിചാരം ഇത് നമ്മുടെ സ്വന്തം വീടാണെന്നാണ് ആ വിചാരം. അപ്പം എന്തെങ്കിലും സ്വന്തം വീടൊക്കെ ആകും. അവിടെ പുഷ്പാലയം വീടുതാന്ന് വിചാരിച്ചാണ് അവൾ ഇരിക്കുന്നത് കേട്ടോ. അത് അവൾക്ക് വിഷമം. അവിടെ സാധനമൊക്കെ ഒപ്പൂച്ചി കൊട്ടിലാരും എടുത്തോണ്ട് പോയി. സങ്കടം പഠിച്ചില്ല. ഇപ്പൊ ഇന്നലെ കൊണ്ടുപോയപ്പോ തൊട്ട് തുടങ്ങിയതോ കൊട്ടിലൊപ്പൂച്ചി കുഞ്ചിക്ക് ഇല്ലേ, മോന്റെ കട്ടിലാരും എടുത്തോണ്ട് പോയെന്നുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസം കൂടുമ്പോൾ ഇനി ചോദ്യങ്ങൾ കൂടിക്കൊണ്ടിരിക്കും. അപ്പം പിന്നെ അത് മാത്രമല്ല അവർക്ക് വിഷമം. കാരണം കാർത്തിയും കിരണും ചേച്ചി ശോഭാമയും എല്ലാവരെയും അവിടെ പരിസരത്തുള്ള എല്ലാവരും ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. നമ്മൾ ഉൾപ്പെടെ കേട്ടോ. അവർക്ക് ഇന്നും ശോഭാമ ഇറങ്ങിയെന്നൊരു പറയുമായിരുന്നു, ഒരു കൂടപ്പിറപ്പ് പോകുന്നേക്കാട്ടിലും അധിക സങ്കടം ഉണ്ടെന്ന് അപ്പൂനടുത്ത് പറയുമായിരുന്നു. കാരണം എന്തോ അതിലും കൂടുതൽ വിഷമം തോന്നുന്നു. ആ പിള്ളേരെയും നിങ്ങളെല്ലാവരെയും മിസ് ചെയ്യുന്നു. ഭയങ്കരമായിട്ട് വിഷമം. അങ്ങ് എന്തോ സഹിക്കാൻ പറ്റാത്തതുപോലെ ഒരു വിഷമം വരുക. നിങ്ങളെല്ലാം ഇറക്കുന്ന ഓരോന്ന് ഇറങ്ങി പോകുന്ന കാണും ഭയങ്കര വിഷമം വരുവാന്ന് പറഞ്ഞു. എന്തായാലും നല്ലതായിട്ട് വരട്ടെ എന്ന് എല്ലാവരെയും പ്രാർത്ഥന അനുഗ്രഹം എല്ലാം തന്നിട്ടാണ് നമ്മളവിടെ നിന്ന് സന്തോഷത്തോടുകൂടിയാണ് നമ്മളവിടെ നിന്ന് ഇറങ്ങുന്നത് പുതിയൊരു വീട്ടിലേക്ക്. അവിടെയും നല്ലത് മാത്രമേ വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ദൈവത്തിന് എല്ലാം വിട്ടുകൊടുക്കുന്നു. പിന്നെ നിങ്ങളുടെ സപ്പോർട്ടും പ്രാർത്ഥനയും എന്തായാലും നമ്മുടെ ഒപ്പം കാണുമെന്ന് ഉറപ്പായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പം ഷോപ്പിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് സ്റ്റാഫുണ്ട്. ഒരാൾ 6 മണിക്ക് ഇറങ്ങും, ഒരാൾ 7 മണിക്ക് ഇറങ്ങും. അപ്പം ഞാനൊരു 6:30 കഴിയുമ്പോഴേക്ക് ഇറങ്ങി കറക്റ്റ് 7 ഇവിടെ വരുന്ന രീതിക്ക് വരും. പിന്നെ ഞാനൊരു 8 വരെ നിൽക്കും. ചിലപ്പോൾ ഞങ്ങൾ 2 രൂപയ്ക്കും വരുമ്പോൾ ചിലപ്പോൾ ഞാൻ ഒറ്റയ്ക്കായിരിക്കും വരുന്നത്. അങ്ങനെ വന്ന് ഞാൻ നിന്നാണ് കേട്ടോ. ഇപ്പോൾ 8 മണി കഴിഞ്ഞ് അവർ താമസിച്ചു. കാരണം എൻ്റെ അപ്പനാണെങ്കിൽ മീൻ കൊണ്ടുവരുമല്ലോ. പണി കഴിഞ്ഞ് വന്ന് അച്ചയ്ക്ക് മീനില്ലാതെ അച്ചയ്ക്ക് ഇറങ്ങൂല. കാരണം അങ്ങനെ കുഞ്ഞിലെ ഒറ്റ മീൻ കഴിച്ച് അങ്ങനെ ഇതായതുകൊണ്ട് ഇവിടെ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ കേട്ടോ. ഓൾമോസ്റ്റ് എല്ലാവരും അങ്ങനെ തന്നെയാണ്. എന്നും മീൻ വാങ്ങിച്ച് അല്ലെങ്കിൽ എപ്പോഴും മീൻ കാണും. ഇവിടെയൊക്കെ എല്ലാ വീട്ടിലും മീൻ കാര്യങ്ങളൊക്കെ കാണും. ഇറച്ചിയില്ലെങ്കിലും അല്ലെങ്കിൽ വേറൊരു കറി ഇല്ലെങ്കിലും മീൻ എപ്പോഴും കാണും. എല്ലാവരും വാങ്ങിക്കും. അപ്പം അച്ഛൻ മീൻ വാങ്ങിച്ചിട്ട് വന്ന് അത് വെട്ടാനായിട്ട് താമസിച്ച് അത് വെട്ടി ഞാൻ അങ്ങോട്ട് ഇറങ്ങിയ പാടെ അച്ഛൻ ഇങ്ങോട്ട് വീട്ടിലോട്ട് നടന്നു വന്നത് വഴി വെച്ച് കണ്ടായിരുന്നു. അപ്പം അത് വെട്ടി കറി വെച്ചിട്ടാണെന്ന് തോന്നുന്നു വരുന്നതെന്ന് തോന്നുന്നു. വരുന്നുണ്ടെന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു ഇൻട്രോ എടുത്ത് വെക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ ഇൻട്രോ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ച് കുറേ നാളുകൾക്ക് ശേഷം ഞാൻ ഒറ്റയ്ക്ക് ഇൻട്രോ എടുക്കുന്നത്. ഞാൻ ഫോൺ ഔട്ട് വെച്ചു. കൂടുതൽ റെക്രേഷൻ പരിപാടിക്കൊന്നും ഞാൻ പോകുന്നില്ല. എനിക്ക് വായിൽ വരുന്നത് എന്തോന്നൊക്കെയോ പറയുന്നുണ്ട്. എന്തായാലും അവർ വരുമ്പോൾ ഞാൻ കാണിക്കാം. എല്ലാവരും ഇങ്ങോട്ട് വരും. കട അടയ്ക്കണം, കണക്ക് നോക്കാനൊക്കെ കിടക്കുവാണ്. അപ്പം നോക്കിയിട്ട് നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോകാം. അത് അങ്ങോട്ടേക്കെന്ന് വെച്ചിട്ട് നമ്മുടെ തിരുനെയിലെ ഇന്ന് താമസിക്കാൻ വന്ന വീട്ടിലേക്ക് പോകാം കേട്ടോ. അപ്പം എല്ലാവരെയും ഞാൻ അങ്ങോട്ട് വെൽക്കം ചെയ്യാണ് കേട്ടോ. ഇനി നമുക്ക് ആ വീട്ടിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. അപ്പം നേരെ വീട്ടിലോട്ട് പോയാലോ. അപ്പം നമ്മുടെ കടയിലെ കുറേ ഐറ്റംസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നമ്മളൊന്ന് റീഅറേഞ്ച് ഒക്കെ ചെയ്തു. വീണ്ടും എപ്പോഴും മാറ്റും കേട്ടോ. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഓരോ സാധനങ്ങളും ഇങ്ങനെ മാറ്റും. അതാണ് ഈ കാണുന്നത്. ഇങ്ങനെ മാറ്റി കളിയോട് കേട്ടോ. കാരണം കുറച്ചുകൂടെ എളുപ്പമാകുന്ന രീതിക്കൊക്കെ എപ്പോഴും മാറ്റും. ഇതിൻ്റെ ഇടയിലോട്ടൊക്കെ നേരത്തെ വേറെ ഡ്രസ്സ് ഐറ്റംസ് ഒക്കെ എണ്ണിട്ടുണ്ടെന്ന് അതെല്ലാം മാറ്റി ഇപ്പോൾ നെറ്റ് ഫ്രോക്കുകളൊക്കെ ഇങ്ങോട്ടാക്കി. പിന്നെ ഇങ്ങോട്ട് വൻസി കാര്യങ്ങളൊക്കെ നമ്മുടെ വൻസി റോംബറൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് അപ്പുറത്തുനിന്ന് ഓപ്പോസിറ്റ് നമ്മുടെ റോഡിൽ കൂടെ പോയാലും കാണാൻ വിസിബിൾ ആവുന്ന രീതിക്കാണ് കേട്ടോ സെറ്റ് ചെയ്തേക്കുന്നത്. ഇതൊക്കെ ഓരോ നിമിഷം ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ട് തോന്നും. എൻ്റെ ഐഡിയാസ് ഞാൻ അങ്ങോട്ട് അച്ഛനോട് പറയും, അച്ഛൻ്റെ ഐഡിയ ഇങ്ങോട്ട് പറയും. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും മ്യൂച്വലി ഒരു തീരുമാനം എടുത്തിട്ടാണ് എല്ലാ കാര്യങ്ങളും, കടയുടെ ആണെങ്കിലും എന്ത് കാര്യങ്ങളാണെങ്കിലും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിച്ച് ഓരോ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പം അതിൻ്റെ ആയിട്ടുള്ള ഭംഗി എപ്പോഴും കടയ്ക്കാണെങ്കിലും നമ്മുടെ ജീവിതത്തിലാണെങ്കിലും പല കാര്യങ്ങളിൽ വരാനുണ്ട്. നമ്മൾ അച്ചീവ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ രണ്ടുപേരെയും തീരുമാനങ്ങളാണ് കേട്ടോ. ഒരേപോലെ എടുത്ത തീരുമാനങ്ങൾ. എതിർപ്പുകളുണ്ടെങ്കിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്ന് സംസാരിക്കും. തിരിച്ചിങ്ങോട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ കേട്ടോ. അപ്പം ഇതുവരെ കണ്ടില്ല എന്തെന്ന് എനിക്കറിയത്തില്ല. ഇപ്പം വലിയ തിരക്കില്ല. പക്ഷെ ഞാൻ വരുന്ന സമയമുണ്ടല്ലോ ഭയങ്കര തിരക്ക്. എൻ്റെ ഫേസില്ലാതെ കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അവർ കാണുന്നില്ല. ട്രാഫിക് ഒന്നും ഇല്ലാണ്ട് വരുന്നില്ലല്ലോ.
ഇപ്പൊ കടയെല്ലാം അടച്ചു കണ്ടോ. അപ്പുറത്ത് ആൻസർക്ക് ക്ലോസ് ചെയ്തു. നമ്മുടെ കടയുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന നേരെ ഓപ്പോസിറ്റ് ഇരിക്കുന്നതാണ് ആൻസ് ബേക്കറി കേട്ടോ. അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ കട വരുന്നത്. ഒത്തിരി പേര് കൺഫ്യൂഷൻ ഉണ്ട്. പിന്നെ പറയുന്നത് സംഗീത ഗിഫ്റ്റ് ഹൗസിന് നേരെ ഓപ്പോസിറ്റ്, അതും ഓപ്പോസിറ്റ് തന്നെയാണ് വരുന്നത്. കാരണം നമുക്ക് ഷോപ്പിച്ചിനോട് അങ്ങോട്ടുണ്ടല്ലോ, അപ്പോൾ അത് ഓപ്പോസിറ്റ് സൈഡായിട്ടാണ് വരുന്നത് കേട്ടോ. എല്ലാ കടയും അടിച്ച് ഗോകോളേഴ്സ് മാത്രമേ ഉള്ളൂ തോന്നുന്നു ഓപ്പൺ. പടകൾ വന്നിട്ടുണ്ട് കേട്ടോ. എന്നാ ഇങ്ങോട്ട് വന്നേ? ഹാമീനൊന്നും ഉറക്കം പടുത്തൊന്നുമില്ല. അത് രണ്ടു ഇപ്പൊ ചാടുവല്ലോ തോന്നുമല്ലോ. ചാടല്ലേ കുഞ്ചു, തുറന്നിറക്കാം. തുറന്നിറക്കാം. മാറ് ചുട്ടീനെ അങ്ങോട്ട് മാറ്റി നിർത്തിക്കട്ടെ. അയ്യപ്പോ ടാറ്റ. ചേച്ചിയെ കൊണ്ട് പോവാ. ടാറ്റ പോവാ. പിടിച്ചോടെ. തുറക്ക് സാർ. സാർ ഡോർ തുറക്ക്. ഇവിടെ പിടിക്കണ്ട സാർ. തള്ളു സാർ, അങ്ങോട്ട് തള്ളു. തുറന്നു പിടിക്കാനുള്ള ആയിരിക്കും ഇല്ലാത്തവരൊക്കെ എന്തിനും ഇനി ഇങ്ങോട്ട് ഇരുന്നേ. ആരാ മോനിത്? മോൻ ഇതിനെ എവിടുന്ന് കാഞ്ഞു കിട്ടിയാ മോനെ? എന്നാ മോനെ ഇതിനെന്താ പറ്റിയ മോനെ? ഇന്ന് ചിരിച്ച് ചിരിച്ച് ചാവനുള്ള വഴി. സുന്ദരനാക്കിയപ്പോ വാങ്ങിച്ചു കൊടുത്ത കണ്ണാടി ഇപ്പൊ ഇത് വെച്ചിട്ടുണ്ടല്ലോ. ഒരു നല്ല രസമുണ്ട്. എന്നാലും എല്ലാവർക്കും ചിരിക്കാനുള്ള കണ്ണാടി വെച്ചിട്ടല്ലേ വൃത്തിയോട് പറഞ്ഞത്. ഒരു മാസ്കും കൂടെ തരാട്ടോ ഞാൻ. മോനെ മോനെ അപ്പൂച്ചക്ക് ഈ ലുക്ക് നല്ലതാണോ മോനെ? നല്ല സൂപ്പറാണോ? സുന്ദരനായിട്ടുണ്ടോ? സുന്ദരനാണോ അതോ കോമളനാണോ? പറ. കേറി അങ്ങ് ഇരിക്കുവാണോ വലിയ ആള് കളിച്ച്? ഈ വലിയ ആള് കളിച്ചാൽ കേറി പറയാമേ. കട അടച്ചു കേട്ടോ. അപ്പൊ ബൈ സാർ. ആണോ സാർ? ഭയങ്കര കോമഡി ആയിരുന്നു കേട്ടോ. ഞാനത് സ്കൂട്ടിയിലാണ് വന്നുകൊണ്ടോ. ഞാൻ സ്കൂട്ടിയിൽ അങ്ങോട്ട് പോകും. ഇവിടെ പുറകെ അല്ല ഫ്രണ്ടിലും ഒക്കെ ആവും ഇടയ്ക്കും പടയ്ക്കൊക്കെ. ഞാൻ സ്കൂട്ടിയിൽ അങ്ങോട്ട് പോകും. എന്താ കഴിക്കാൻ വാങ്ങിക്കുന്ന സാർ? എന്തായാലും കൂടെ കടി എന്തെങ്കിലും വാങ്ങിച്ചിട്ട് വരട്ടെ. അപ്പോൾ ഇത് നമ്മുടെ പുതിയ വീടിൻ്റെ ഹാളാണ് കേട്ടോ. ചിറ്റാമ്മയും അമ്മയും വരുന്നതിനിപ്പുറം ഞാനും കുഞ്ചൂസോടെ ഒന്ന് പോയിട്ട് മൊത്തത്തിൽ ഒന്ന് വൃത്തിയാക്കിയിട്ട് അവരെ കൊണ്ടുവരാമെന്ന് വെച്ചിട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല പൊടിയുണ്ട്. കുറച്ച് നാളായിട്ട് താമസിക്കാതെ കിടക്കുന്നതിൻ്റെതായിട്ടുള്ള പൊടിയുണ്ട് കേട്ടോ. പൊടി ആയതുകൊണ്ട് എന്നെ മാറ്റിയിട്ട് എനിക്ക് അലർജി ഉണ്ടാവണമെന്ന് വിചാരിച്ച് ഏറ്റവും കൂടുതൽ അലർജിയുള്ള പൊടി ഈസ്നോഫിലുള്ള ആള് കയറിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മേളിൽ അങ്ങനെ പൊടിയല്ല, ഇങ്ങനെ ഇതിൻ്റെ അല്ലേ വാർക്കയുടെ സിമെന്റിന്റെ ആ പൊടിയാട്ടോ, അല്ലാതെ അഴുക്കല്ല. കുറച്ച് പൊടിയൊക്കെ ഉണ്ടെങ്കിലും അത് നല്ല ഭംഗിയായിട്ട് തന്നെയാണ് വീട് മെയിൻറ്റെയിൻ ചെയ്ത് പോയിക്കൊണ്ടിരുന്നത് കേട്ടോ അവർ. അതുകൊണ്ട് നമുക്ക് ഒത്തിരി വലിയ പണിയൊന്നുമില്ല. അത്യാവശ്യം പൊടി കാര്യങ്ങളും എല്ലാം അടിച്ച് വാരി തുടച്ചാൽ മാത്രം മതിയായിരുന്നു കേട്ടോ. ബാക്കിയെല്ലാം നല്ല വൃത്തിക്ക് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ബാക്കിയെല്ലാം ചെയ്തിട്ടേക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് കണ്ണെത്താ ദൂരത്ത് ഇരിക്കുന്ന പൊടിയൊക്കെ ബാക്കി നമ്മൾ അടിക്കുന്നത് അവർക്ക് കാണാൻ പറ്റുമല്ലോ. അവിടെ ഉള്ളതെല്ലാം നമ്മൾ കയറി നല്ല ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യുവാണ് കേട്ടോ. ഞാനത് വഴി അച്ഛനും പോയി വാക്വം ക്ലീനറും എടുത്തിട്ട് കുഞ്ചൂസിന് പൂട്ടിയിട്ടിട്ട് ഞാൻ പോയിട്ട് വന്നു കേട്ടോ. കുഞ്ചൂസിന് പേടിയായിരുന്നു ഒറ്റയ്ക്ക് ആദ്യമായിട്ടിരിക്കാൻ. അപ്പോൾ മൊത്തം തുടച്ച് എല്ലാം വൃത്തിയാക്കി കേട്ടോ. അപ്പോൾ മൊത്തം ക്ലീനാക്കി ഇനി അവരെ കൂട്ടിക്കൊണ്ട് വരാം കേട്ടോ. അപ്പം നൈറ്റ് ആയപ്പോഴത്തേക്കും 12 മണിയായി. അപ്പോഴത്തേക്കും ഞങ്ങൾ മിറ്റൂടെ കഴിയിട്ട് പോവാം. ഇനി നാളെ അവരെ കൂട്ടിക്കൊണ്ട് വരണം. ഗേറ്റ് തുറന്നു അസീസ്. ഇന്ന മോളെ ഇറങ്ങും മക്കളെ, ഇറങ്ങിക്കോ. തുറന്നു ഇറങ്ങിക്കോ. അവിടെ കേട്ടൻ ഇറങ്ങി വായോ. ഞാൻ കൊണ്ട് വണ്ടി വെച്ചു. ഇവിടെ ഞാൻ ഫ്രണ്ടിൽ കയറ്റി വിട്ടു കുറച്ച്. ഐശി എന്നെ തിന്നുന്ന ഐശി. ഞാടി മറിയാം നീ കഥയെ വന്ന് കൊട്ടുന്നേ. ഇവിടെ ആരും ഇല്ല തുറക്കാൻ വേണ്ടിട്ട്. പുതിയ വീട്ടിന്റെ മുന്നിൽ അമ്മയെ കണ്ടാരെങ്കിലും പേടിച്ചോ? ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. കള്ളി കാട്ടുന്നില്ല. കുളിച്ചിട്ട് വന്നിട്ട് മുടി കെട്ടിയില്ല.
വാക്കത്തുനിന്ന് കൈ എടുത്തേ വായിക്കത്തുനിന്ന് കൈ എടുത്തേരി വെള്ള വെള്ള വേണ്ട അമ്മ പിടിക്കണ്ടല്ലോ ആമി ആ കഥ തുറക്ക സഹായിക്കും അച്ഛനെ കുഞ്ഞിന്റെ ഇത് അവിടെ വെള്ളം അമ്മി വലത്തേക്കാലൊക്കെ വെച്ച് കയറുന്നതാണ് എല്ലാരും കേറ്റു എല്ലാരും കേറ്റു ലൈറ്റ് കണാക്കി നമ്മുടെ സാധനമല്ല ഇവിടെ എല്ലാം ഇരിക്കും ഫുള്ള് അടിക്കി അടിക്കി തുണി ബാക്കിയെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഫുള്ള് ആയിട്ട് കാണിക്കാം കേട്ടോ. യെസ് ഇവിടെ ഇതെല്ലാം ഫുള്ളാണ്. അയ്യോ ചേട്ടയുടെ ബാഗ് തപ്പി തന്നെ മുന്നേ ഇത് ചെയ്യട്ടെ. ഓക്കെ ശരി, ഇനി ബാക്കി ഫുൾ വീഡിയോയിൽ കാണാം കേട്ടോ. ബാക്കിയെല്ലാം കഴിഞ്ഞാടി ഇനി ജനല അങ്ങോട്ടൊക്കെ നടക്കാം. പുതിയ വീട്ടിൽ വന്നിട്ട് വെള്ളം കൂടിയാണോടാ? വെള്ളം കൂടിയാ ഭയങ്കര വെള്ളം കൂടി. ഇവിടെ കുറെ നേരം ആയിട്ട് ഇതിൽ തന്നെ ഇരിക്കാൻ തുടങ്ങി. ചേച്ചിമ്മ വെള്ളം എടുത്തുകൊണ്ട് കൊടുത്തതാ.